പ്രതീക്ഷ കൈവിട്ടരുത്. ചിലപ്പോൾ നെറ്റുകൾ മനോഹരമായിരിക്കും. ഇന്ന് ഈ വീഡിയോ കണ്ടപ്പം നമസ്കാരമുണ്ട്. ഇന്ന് ഈ വീഡിയോ കണ്ടപ്പം എന്താണെന്നറിയത്തില്ല, ആ കുട്ടിയുടെ ആ വാക്കിൽ ഭയങ്കര പ്രതീക്ഷ. ഈ ലോകത്ത് അത് തന്നെയല്ല, ആ കുട്ടി എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു പ്രതീക്ഷയെ പറ്റി പറയുന്നത്. കൂടിപ്പോയാനൊരു 5 അല്ലെങ്കിൽ 4 വയസ്സും കണ്ടേ കാണത്തുള്ളൂ. അതിലും കുറവായിരിക്കാം. ഞാനും കുറേ അധികം പ്രതീക്ഷകളായിട്ട് ജീവിക്കുന്ന ആളാണ്. മലയാളത്തിൽ പ്രതീക്ഷയുടെ അർത്ഥം ആശ അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളിലും വിശ്വാസം അർപ്പിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ പ്രതീക്ഷയാണ്, അത് കിട്ടും എന്നുള്ള നമ്മുടെ പ്രതീക്ഷയാണ്, അല്ലേ? ചെറിയൊരു ഒരു സ്റ്റോറി പറയാം. ഒരു ബാലൻ, അവനൊരു ചേട്ടനുണ്ട്. അവർ വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു കുടുംബമൊന്നുമല്ലായിരുന്നു. അവൻ പക്ഷെ നല്ലപോലെ ഓടുമായിരുന്നു. അനിയനെ നല്ലപോലെ ഓടും. അപ്പം ചേട്ടൻ അവൻ്റെ കൂടെ എപ്പോഴും നിൽക്കും, അവൻ്റെ പരിപാടികൾക്കൊക്കെ. ഈ സാമ്പത്തികമായിട്ട് വലിയ ഉന്നതത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അവന് ഓടുമ്പോൾ അവനൊരു ഷൂ ഇല്ലായിരുന്നു. അവൻ്റെ കാലുകളൊക്കെ കല്ലിൽ തട്ടിയൊക്കെ മുറിയുമായിരുന്നു. ഒരു ദിവസം അവനും അവൻ്റെ ചേട്ടനും വഴിയിലൂടെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു വേസ്റ്റ് ഇട്ടേക്കുന്ന ഒരു സ്ഥലത്ത് അവൻ ഒരു ചെരുപ്പ് കണ്ടു. അപ്പോഴത്തേനും പെട്ടെന്ന് അവനത് എടുത്തു. അപ്പോൾ അവൻ്റെ ചേട്ടനോട് കാണിച്ചു, ചേട്ടൻ നമുക്കിത് എടുത്താലോ എന്ന്. അപ്പോൾ അവരിങ്ങനെ ചുറ്റും മൊത്തം ഒന്ന് നോക്കി. അപ്പം ചേട്ടൻ പറഞ്ഞു, ഏതായാലും നമുക്കിത് എടുക്കാം. അമ്മയെക്കൊണ്ട് ഏതായാലും ഒരു ഷൂവോ ഒരു ചെരുപ്പോ വാങ്ങിത്തരാൻ പറ്റത്തില്ല. സോ ഞാനിത് ഒന്ന് റെഡിയാക്കി നിനക്ക് തരാം, നിനക്കിത് ഉപയോഗിക്കാമല്ലോ. അനിയൻ ഭയങ്കര സന്തോഷമായി. കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞ് ആ ബാലൻ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഒരു ഗോൾഡ് മെഡൽ വാങ്ങി. ഈ ഗോൾഡ് മെഡൽ വാങ്ങിക്കഴിഞ്ഞിട്ട് അവൻ ആ ഗോൾഡ് മെഡലിലേക്ക് നോക്കിയിട്ട് അവനൊരു ചെറിയൊരു പ്രസംഗം പറയുകയാണ്. അന്ന് എനിക്ക് ആ ഒരു ചെരുപ്പ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിയൊരു വേദിയിൽ നിൽക്കത്തില്ലായിരിക്കാം, ഈ ഒരു ഗോൾഡ് മെഡൽ എനിക്ക് കിട്ടത്തില്ലായിരിക്കാം. ശരിക്കും ആ ഒരു ചെരുപ്പ് കൊണ്ടാണോ അവൻ്റെ ജീവിതം മാറിയത്? അവൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷകളുടെ കൊണ്ടാണ്. അവനൊരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടാണ്. അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കൊണ്ടാണ്. നമുക്കൊക്കെ പ്രതീക്ഷകളുണ്ട് ജീവിതത്തിൽ. ചില ആൾക്കാർക്ക് കുറേ പ്രതീക്ഷകൾ അധികമാണ്, എന്നെ പോലെയുള്ള ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് ഒരു വീട് വെക്കണം എന്നുള്ള പ്രതീക്ഷയായിരിക്കും. ചില ആൾക്കാർക്ക് ഒരു നല്ല വണ്ടി വാങ്ങണം എന്നുള്ള പ്രതീക്ഷയായിരിക്കും. ഇതങ്ങളിൽ പഠിച്ചെത്തണം എന്നുള്ള പ്രതീക്ഷയായിരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പം കല്യാണം കഴിക്കണം എന്നുള്ള പ്രതീക്ഷയായിരിക്കും. എല്ലാവരുടെയും പ്രതീക്ഷകൾ നടക്കും. ഈ ഒരു കുട്ടിയുടെ വീഡിയോയിലാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. എന്തോ എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷകളില്ലാത്ത ലൈഫില്ലല്ലോ. ഞാനും പ്രതീക്ഷിക്കുന്നു, നിങ്ങളും പ്രതീക്ഷിക്കുക, നിങ്ങളും ആഗ്രഹിക്കുക. ആ വിശ്വാസം നിങ്ങളെ എത്തിച്ചേർത്തുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.